ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു പാചക വീഡിയോ ആയിട്ടാണ് കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ ഒരു വെജ് ബിരിയാണി ആയിട്ടാണ്. നല്ല ടേസ്റ്റ് ആയിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നോൺ വെജ് കഴിക്കാത്ത ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ, അവർക്കൊക്കെ ഒരുപാട് അങ്ങ് ഇഷ്ടപ്പെടുന്ന നല്ല അടിപൊളി സിമ്പിളായിട്ട് ാണ് കേട്ടോ. ഞാൻ ഇതിനകത്ത് കുറച്ച് കൂടുതൽ വെജിറ്റബിൾസ് ആഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഓപ്ഷണലാണ് കേട്ടോ. അപ്പം ഞാൻ വഴിയേ അതെല്ലാം കാണിക്കുന്നതാണ്. അപ്പം എല്ലാ കൂട്ടുകാരും ആ സൈഡിലെ ലൈക്ക് ബട്ടൺ ഒന്ന് പോയി ഓട്ടിപ്പോയി ഒന്ന് ക്ലിക്ക് ചെയ്തേ. അതിൻ്റെ കൂട്ടത്തിലൊന്ന് കമൻറ്റും കൂടി ഇട്ടേക്കണം കേട്ടോ, വീഡിയോ ഫുള്ള് കണ്ടതിന് ശേഷം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണം. എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോ കാണുന്നതിൻ്റെ കൂട്ടത്തിൽ എല്ലാവരും ലൈക്കും കമൻറ്റും ഒക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിന് വേണ്ടിയുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയേ. മത്തങ്ങ, അയ്യോ മത്തങ്ങ ഇട്ട ബിരിയാണിയോ? മത്തങ്ങ ഇട്ട ബിരിയാണി കേട്ടോ ഞാൻ വെക്കുന്നത്. നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ മത്തങ്ങയുണ്ട്, ക്യാരറ്റ് ഉണ്ട്, കിഴങ്ങ് എടുത്തിട്ടുണ്ട്, സബോള എടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാം കുറച്ചേ ഉള്ളൂ, ഒരു ക്യാരറ്റ് അങ്ങനെ. പിന്നെ കുറച്ച് കോളിഫ്ലവർ ഉണ്ട് കേട്ടോ. കോളിഫ്ലവർ ഞാൻ വെള്ളത്തിൽ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ചിരിക്കുകയാണ്. അതവിടെ കുറച്ച് നേരം ഇരിക്കട്ടെ. അപ്പോൾ നമ്മൾ ഇതിനകത്തോ പുഴു ഉണ്ടെന്നൊക്കെ അല്ലേ പറയുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആകാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് മത്തങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു ഷേപ്പിലുള്ള മത്തങ്ങയാണ്, കണ്ടല്ലോ നിങ്ങൾ. അപ്പോൾ ക്യാരറ്റ്, മത്തങ്ങ, സബോള, കിഴങ്ങ് ഇതെല്ലാം ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പച്ചമുളക് വെച്ചിട്ടുണ്ട്. എരിവ് കുറവായതാണ് ഇത്രയും കൂടുതൽ കേട്ടോ. എരിവ് കുറവാണ് ആ പച്ചമുളകിന്. പിന്നെ തക്കാളി, ഇത്ര ഐറ്റംസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വഴിയെ ഓരോന്നും ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് വീഡിയോ കാണണം കേട്ടോ, എന്നാലേ മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ ഈ ഒരു ഫ്രൈയിങ് പാനൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഗ്യാസൊക്കെ ഓൺ ചെയ്ത് അതിനകത്ത് വെള്ളമയമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. വളരെ സിമ്പിളാണ് കേട്ടോ. പിന്നെ ഇത് പനീർ എടുത്തിട്ടുണ്ട്, കുറച്ച് പനീർ ഞാൻ എടുത്തിട്ടുണ്ട്. ഇവിടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ പനീർ. അപ്പോൾ പനീറും എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ. ഫ്രൈയിങ് പാനിലെ വെള്ളമൊക്കെ അങ്ങ് ക്ലീനായി. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഇപ്പം എല്ലാ സംഭവങ്ങളും ട്രൈ ചെയ്യുന്നത്. എല്ലാ വീഡിയോസിലും ഞാൻ പറയുന്നുണ്ട്, എങ്കിലും ഒന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ നല്ല വെളിച്ചെണ്ണയാണ്. അപ്പോൾ വെളിച്ചെണ്ണയിലാണ് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ പെരിഞ്ജീരകമാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. വെളിച്ചെണ്ണയിലോട്ട് പെരിഞ്ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് സ്പൈസസ് ആയിട്ട്. പിന്നെ ഞാൻ നമ്മുടെ തക്കോലം അങ്ങനത്തെ ഐറ്റംസൊക്കെ ഇല്ലേ, സ്പൈസസ് ആയിട്ടുള്ള എല്ലാ ഐറ്റംസും വാരി വിതറുന്നുണ്ട് കേട്ടോ. കുറച്ച് കുരുമുളക് പൊടി, കറുവപ്പട്ട, തക്കോലം, ഗ്രാമ്പൂവിൻ്റെ മറ്റേ ഒരു ലീഫ് പോലൊരു സംഭവം ഉണ്ടല്ലോ അത്, ഏലക്ക, എല്ലാ സാധനങ്ങളും ഞാൻ സ്പൈസസ് ആയിട്ടുള്ള ഏലക്ക ഉൾപ്പെടെ എല്ലാ സ്പൈസസ് ഐറ്റംസും ഞാൻ വാരി വിതറുന്നുണ്ട്. ഒരുപാടൊന്നും ഇല്ല കേട്ടോ, കുറച്ചൊക്കെ ഉള്ളൂ കേട്ടോ. നമ്മൾ ഒരുപാട് ക്വാണ്ടിറ്റിയിൽ വെക്കുമ്പോൾ കുറച്ച് കൂടുതലൊക്കെ ഇടും. നമ്മളിവിടെ 4 പേർക്കുള്ള രീതിയിലാണ് എല്ലാം ഞാൻ വെക്കുന്നതും കാണിക്കുന്നതും കേട്ടോ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് വരട്ടെ. വെളിച്ചെണ്ണയിൽ കിടന്ന് നല്ല മണമാണല്ലേ നമ്മുടെ ഈ സ്പൈസസ്. ആ വെളിച്ചെണ്ണയിൽ കിടന്നൊന്ന് മൂത്ത് വരുമ്പോൾ ഒരു പ്രത്യേക മണമാണ് നമ്മുടെ കിച്ചണിൽ. അതിന് ശേഷം സബോള ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. സബോളയൊക്കെ ഞാൻ ഈ രീതിയിലാണ് കേട്ടോ അരിഞ്ഞിരിക്കുന്നത്. ഒരു സ്ക്വയർ ഷേപ്പാണല്ലേ, ഷേപ്പ് സ്ക്വയർ എന്നൊക്കെ പറയാം അല്ലേ. അപ്പോൾ സ്ക്വയർ ഷേപ്പിൽ എൻ്റെ കട്ടിങ്ങിനെ കുറിച്ച് ഞാൻ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. നല്ല അടിപൊളി കട്ടിങ് ആണല്ലേ. അപ്പോൾ നമ്മുടെ ഇല്ലായിരുന്നു, ഓഫീസിൽ പോയിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ തന്നെ കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ സബോള ഇട്ട് കൊടുത്തു. സബോള ഒന്ന് നന്നായിട്ട് വാടി വരട്ടെ. അത്യാവശ്യം വാടി വരണം കേട്ടോ. ഒന്ന് ആ ഒരു സബോളയുടെയൊക്കെ ആ ഒരു വാടി കഴിയുമ്പോൾ ഒരു സ്മെല്ലുണ്ടല്ലോ, ആ ഒരു സ്മെല്ല് വരുന്നവർ ഒരുപാട് അങ്ങോട്ട് മൊരിപ്പിക്കരുത്. ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ കിഴങ്ങ് ചേട്ടനെ ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് ചേട്ടാന്ന് വിളിക്കാം അല്ലേ. കിഴങ്ങ് ചേട്ടനെ ഇട്ട് കൊടുക്കാം കേട്ടോ. പൊട്ടത്തെറ്റായി പോലെ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ സിമ്പിളായിട്ട് അങ്ങ് പറഞ്ഞു പോകുന്നതായിരിക്കും നിങ്ങൾക്കും ഇഷ്ടം. പിന്നെ ഞാൻ ചളി അടിക്കുവാന്ന് നിങ്ങൾ പറയും. അപ്പോൾ നമുക്ക് കുറച്ച് മത്തങ്ങയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. മത്തങ്ങ ഇട്ട് ആരും ബിരിയാണി വെച്ച് കാണത്തില്ലല്ലേ. സംഭവം സൂപ്പറായിരുന്നു കേട്ടോ. ഇവിടെ എൻ്റെ കണ്ണൻകുട്ടൻ ആ മത്തങ്ങയും പനീറും കിഴങ്ങും തന്നെ എടുത്ത് കഴിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അതേ മത്തങ്ങ ഇട്ട് കൊടുത്തു. അതിന് ശേഷം ക്യാരറ്റ് ഇട്ട് കൊടുത്തു. ക്യാരറ്റൊക്കെ വട്ടത്തിൽ അരിഞ്ഞിട്ട് കഴിയുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും. പക്ഷെ വെന്ത് വരുമ്പോഴത്തേക്കും ഇതൊക്കെ കാണുമോ എന്തോ.
എല്ലാം നല്ല സോഫ്റ്റായിട്ട് വെന്ത് വന്നു കേട്ടോ. അപ്പം നിങ്ങൾ വിചാരിക്കും അയ്യോ ഇതെന്ത് വലുതായിട്ട് അരിഞ്ഞിരിക്കുന്നത്, ഇങ്ങനെയൊക്കെയാണോ അരിയേണ്ടത്, വളരെ ചെറുതായിട്ട് അരിഞ്ഞാലല്ലേ ആ ബിരിയാണിയിൽ അതൊക്കെ ഒരു സുഖമുള്ളൂ. പക്ഷെ അങ്ങനെയല്ല കേട്ടോ, ഈ ഒരു വലിപ്പത്തിൽ അരിഞ്ഞാലും നല്ല ഇതായിട്ട് കിടക്കും. അപ്പോൾ 2 സ്പൂൺ ഉപ്പിട്ട് കൊടുത്തു കേട്ടോ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ 2 സ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലപോലെ ഒന്ന് ആ ഒരു ഉപ്പൊക്കെ ഒന്ന് നന്നായിട്ട് അതിലൊന്ന് മിക്സ് ആകണമല്ലോ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിനകത്ത് ഒരുപാട് മസാലപ്പൊടികളും കാര്യങ്ങളും ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കോളിഫ്ലവർ ഇട്ട് കൊടുക്കുന്നുണ്ട്. കോളിഫ്ലവർ നന്നായിട്ട് വെള്ളത്തിൽ കഴുകി വെച്ചിരിക്കുകയായിരുന്നു. ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കഴുകി വെച്ചിരുന്ന കോളിഫ്ലവറും ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കോളിഫ്ലവറൊക്കെ ഇഷ്ടമുള്ളവർ ഇതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ നേരത്തെ മിക്സ് ചെയ്യുന്ന കാര്യം പറഞ്ഞു കേട്ടോ, പക്ഷേ അല്ല, ഞാൻ ഇപ്പോഴാണ് മിക്സ് ചെയ്തത്. അപ്പോൾ ഈ വോയിസ് ഓവർ ചെയ്യുമ്പോഴുള്ള കുഴപ്പം ഇതാണ്. എനിക്കാണെങ്കിൽ വോയിസ് ഓവർ ചെയ്യാതെ ഡയറക്റ്റായിട്ട് പറഞ്ഞ് വീഡിയോ എടുത്ത് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ പറ്റത്തില്ല. കാരണം ഇവിടെ 2 പേരുണ്ടല്ലോ, 2 പേരും ടി വി ഒക്കെ ഫുൾ ഓണായിരിക്കും. അപ്പോൾ പിന്നെ എനിക്ക് വോയിസ് ഓവർ ചെയ്യലേ പറ്റുള്ളൂ. അപ്പോൾ അതേ പച്ചമുളക് ഇട്ട് കൊടുത്തു എൻ്റെ വാചകടിയുടെ ഇടയിൽ. അപ്പോൾ പച്ചമുളക് ഇട്ട് കൊടുത്തു. പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. പിന്നെ തക്കാളിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. തക്കാളിയും ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ വോയിസ് ഓവർ ചെയ്യുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ പറഞ്ഞു പോവുകയാണ്. അതിനൊപ്പം ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ചില മിസ്റ്റേക്കൊക്കെ വരും കേട്ടോ. എന്തെങ്കിലും മിസ്റ്റേക്കൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണം. പിന്നെ ഇപ്പം വെജിറ്റേറിയൻ ആയതുകൊണ്ടാണ് കേട്ടോ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്ത് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ഇതിൻ്റെ കൂട്ടത്തിൽ ചിക്കനൊക്കെ കൂട്ടി കഴിച്ചാൽ സൂപ്പറായിരിക്കും. പക്ഷേ ഇതൊരു വെജിറ്റബിൾ ബിരിയാണി ആയിട്ട് കഴിക്കുന്നതായിരിക്കും. ചള്ളാസും പപ്പടവും അച്ചാറും ഉണ്ടെങ്കിൽ സൂപ്പർ സംഭവമാണ് കേട്ടോ. ഈ ബിരിയാണിക്ക് നല്ല ടേസ്റ്റാണ്, നല്ലപോലെ നമുക്ക് ഇഷ്ടപ്പെടും. ബിരിയാണി ലവേഴ്സിനൊക്കെ ഇഷ്ടപ്പെടുന്നൊരു ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഞാൻ അടച്ച് വെച്ചു കേട്ടോ. മഞ്ഞപ്പൊടിയും ഉപ്പും മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ, വേറെ ഒന്നും ഇട്ടിട്ടില്ല. നന്നായിട്ട് മിക്സ് ചെയ്തത് ഒന്ന് വെന്തൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് ചെക്ക് ചെയ്തൊക്കെ നോക്കാം വെന്തിട്ടുണ്ടോ എന്ന്. ഇതുപോലെ ഒന്ന് നോക്കുമ്പോൾ നമ്മുടെ ക്യാരറ്റ് 2ആയിട്ട് വിട്ട് വന്നിട്ടുണ്ട്, കിഴങ്ങ് 2ആയിട്ട് മുറിയുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു ഡൗട്ട്, നിങ്ങളെ ഒന്ന് നന്നായിട്ട് കാണിച്ചു തരണ്ടേ വെന്തിട്ടുണ്ടെന്ന്. കുറച്ച് നേരം വെക്കുമ്പോൾ തന്നെ ആ വെളിച്ചെണ്ണയെ കിടന്ന് ആവി അടിച്ച് നല്ല പോലെ വെന്ത് വരും കേട്ടോ. അപ്പോൾ അതേ കോളിഫ്ലവർ വെന്തോ ഇല്ലയോ എന്നൊക്കെ എനിക്കൊരു സംശയം. അപ്പം ഞാൻ എന്ത് ചെയ്ത് ഫോർക്ക് വെച്ചിട്ടൊക്കെ ഒന്ന് കുത്തി നോക്കി കേട്ടോ. സംഭവം പക്ഷേ നന്നായിട്ട് വെന്ത് കേട്ടോ. നമ്മുടെ മത്തങ്ങയൊക്കെ പെട്ടെന്ന് വേവ് കുറഞ്ഞ ഐറ്റംസ് അല്ലേ ഇതെല്ലാം. അപ്പോൾ അതേ മത്തങ്ങയൊക്കെ ഞാൻ ഒന്ന് കുത്തി നോക്കി ഫോർക്ക് കൊണ്ട്. അപ്പോൾ അതേ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ നമുക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റുമല്ലോ. നന്നായിട്ട് വെന്തെന്ന് മനസ്സിലായതിന് ശേഷമേ റൈസ് ഇട്ട് കൊടുക്കാവുള്ളൂ. നമ്മളിതിനകത്ത് വെള്ളം ചേർക്കുന്നില്ലല്ലോ, ആ എണ്ണയിൽ കിടന്നുള്ള വേവലല്ലേ. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ആ കോളിഫ്ലവറൊക്കെ നല്ല നമുക്ക് ഇങ്ങനെ തിന്നുമ്പോൾ തന്നെ ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഞാൻ കുറച്ച് പനീർ ഇരിപ്പുണ്ടായിരുന്നു, അതും അതിനകത്തോട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. ഫ്രൈ ചെയ്തൊന്നും അല്ല, ഡയറക്റ്റ് ഞാൻ പനീർ ചേർത്ത് കൊടുത്തു കേട്ടോ. അപ്പം പനീർ അതിൽ കിടന്നങ്ങ് ഫ്രൈ ആയിക്കോളും, നന്നായിട്ട് ഫ്രൈ ആയി കിട്ടും കേട്ടോ. നമുക്ക് പനീറൊക്കെ ഇതിനകത്ത് കിടന്ന് ആ വെളിച്ചെണ്ണയിൽ കിടന്നങ്ങ് മൂത്ത് നല്ല പോലെ ഫ്രൈ ആയി കിട്ടും. ഇതിന് ശേഷം ഞാൻ കുറച്ച് മീറ്റ് മസാലപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ ഈ ബീഫൊക്കെ വെക്കുന്ന മീറ്റ് മസാലപ്പൊടിയില്ലേ, മീറ്റ് മസാലപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഗരം മസാലപ്പൊടി ഇട്ടാലും കുഴപ്പമില്ല. എൻ്റെ കയ്യിൽ ഗരം മസാലപ്പൊടി സ്റ്റോക്ക് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ മീറ്റ് മസാലപ്പൊടി ഇട്ട് കൊടുത്തത്. ഒരു ടേബിൾ സ്പൂണോളം മതിയായിരിക്കും കേട്ടോ മീറ്റ് മസാലപ്പൊടി. അതൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഉപ്പും മഞ്ഞൾപ്പൊടി മീറ്റ് മസാലപ്പൊടി ഇത് 3ഉം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഏകദേശം ഒന്ന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അല്ലേ, നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കാം. നല്ല കട്ട തൈര് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നല്ല കട്ട തൈരാണ് കേട്ടോ, നല്ല തണുത്ത കട്ട തൈരാണ്. തൈരും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് എല്ലാം കൂടെ നല്ല പോലെ മിക്സ് ചെയ്യുക. അപ്പോൾ എല്ലാ കൂട്ടുകാരും മറന്നു പോകല്ലേ, ആ സൈഡിലുള്ള ലൈക്ക് ഒന്ന് ചെയ്തേ പോയി, ഒന്ന് കമൻറ്റും കൂടെ ഇട്ടേക്കണം കേട്ടോ, മറന്നു പോകരുത്. കമൻറ്റൊക്കെ കുറവാണ്, എന്നാലും വ്യൂവൊക്കെ ഉണ്ട്, അത്യാവശ്യം വ്യൂവൊക്കെ കിട്ടി വരുന്നുണ്ട്, ഒരുപാട് ആളുകൾ കാണുന്നുണ്ട്. എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ഇത് ഇവിടെ നമ്മുടെ റൈസൊക്കെ റെഡി ആയിട്ടുണ്ട്. ഈ പ്രാവശ്യം ഞാൻ ജീരക റൈസാണ് കേട്ടോ വാങ്ങിച്ചത്. ചെറിയ അരി കേട്ടോ, എപ്പോഴും വലിയ അരി മേടിക്കുന്ന ഇവിടെ രാജേഷണം വഴക്ക് പറഞ്ഞു കേട്ടോ. ചെറിയ റൈസാണ് ഇവിടെ അണ്ണന് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ ചെറിയ റൈസാണ് കേട്ടോ ഈ പ്രാവശ്യം വാങ്ങിച്ചത്. കുഴപ്പമില്ല, നല്ല ടേസ്റ്റുണ്ട്, നല്ല മണമാണല്ലോ ഈ റൈസിന്, ഒരു പ്രത്യേക മണമുണ്ട്. കുറച്ച് റേറ്റ് കൂടിയത് വാങ്ങിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് കേട്ടോ. വില കുറഞ്ഞ ഗീ റൈസിന് വലിയ ജീരകശാല റൈസ് എന്നൊക്കെ പറയും ഇതിന്. വില കുറഞ്ഞ റൈസിന് വലിയ സ്മെല്ലൊന്നും ഉണ്ടാകത്തില്ല, വലിയൊരു സുഖം കാണത്തില്ല. പക്ഷെ ചെറിയ മണമുള്ളൊരു ജീരക
മസാല റൈസ് ഉണ്ട് കേട്ടോ, അതാണ് സുഖം. അപ്പോൾ ഈ റൈസ് ഫുള്ളിട്ട് കേട്ടോ, റൈസ് ഫുള്ളിട്ട് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ തേച്ച് കൊടുത്ത്, തേപ്പൊട്ടി കൊണ്ട് തേച്ച് കൊടുക്കുന്ന പോലെ തവി വെച്ച് നന്നായിട്ട് തേച്ച് കൊടുത്ത് കേട്ടോ. അതിനുശേഷം ഞാൻ ഇതിൻ്റെ പുറത്ത് അങ്ങനെ വലിയ ഡെക്കറേഷനും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് പാലും മഞ്ഞൾപ്പൊടിയും കൂടെ കലക്കി അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നു. അത് മാത്രമേ ഉള്ളൂ. ഇഷ്ടമുള്ളവർക്ക് സബോള വറുത്തിടാം, പിന്നെ അണ്ടിപ്പരിപ്പ് കിസ്മിസ് ഇടാം, പിന്നെന്താണ് മല്ലിയില പുതിനയില അങ്ങനത്തെ ഐറ്റംസൊക്കെ ഇടാം. പക്ഷെ ഞാൻ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ചൂടൊക്കെ കാരണം ഒരു 12 മണി കഴിയുമ്പോൾ അടുക്കളയിൽ കയറി ഇങ്ങനെ എന്തെങ്കിലും തട്ടുകൂട്ട് പരിപാടികൾ ചെയ്താണ് ഇപ്പോൾ വെക്കുന്നത്. ഇതുപോലുള്ള എന്തെങ്കിലും തട്ടുകൂട്ട് സംഭവങ്ങളാണ് കേട്ടോ ചെയ്യുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഇതേ നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്തു കേട്ടോ. കുറച്ച് നെയ്യും ഇതുപോലെ നന്നായിട്ട്, നെയ്യൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒഴിക്കാം കേട്ടോ. ഇച്ചിരി കൂടി നിന്നാലും പ്രത്യേക ടേസ്റ്റും മണവും ഒക്കെ ആയിരിക്കും. ഞാനിതിൻ്റെ പുറത്താണ് കേട്ടോ നെയ്യൊക്കെ ഒഴിച്ചു കൊടുത്ത്, ഈ അരി ചോറിട്ടതിൻ്റെ പുറത്താണ് നെയ്യൊക്കെ ഒഴിച്ചു കൊടുത്തത്. അതിനുശേഷം കുറച്ച് നേരം അടച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. കുറച്ച് നേരം അവിടെ ഒന്ന് അടച്ച് വെക്കണം. ആ വീഡിയോ കാണുന്നില്ല കേട്ടോ, എങ്ങോട്ട് പോയെന്നറിയത്തില്ല. അപ്പോൾ അതെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുകയെന്ന് വെച്ചാൽ നമ്മുടെ അടിയിൽ ആ വെജിറ്റബിൾസൊക്കെ മുകളിലൊക്കെ വരണം കേട്ടോ. സത്യം പറഞ്ഞാൽ നന്നായിട്ട് വെന്തു, നമ്മുടെ ആ വെജിറ്റബിൾസൊക്കെ നല്ല മൊരിഞ്ഞ രീതിയിൽ വെന്ത് കിട്ടി കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാം കേട്ടോ. ഇത്രയും വെജിറ്റബിൾസ് ഒന്നും ഇടാൻ താല്പര്യമില്ലാത്തവർ ഇടണ്ട. മത്തങ്ങ പക്ഷേ മസ്റ്റാണ് കേട്ടോ. മത്തങ്ങ ഇട്ടൊന്ന് വെച്ച് നോക്കണം ഒരു പ്രാവശ്യമെങ്കിലും. നല്ല ടേസ്റ്റായിരുന്നു. ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. സാധാരണ നമ്മുടെ കണ്ണൻകുട്ടൻ ഇതൊന്നും അത്ര വലിയ ട്രൈ ചെയ്യാത്ത ആളാണ്, പക്ഷേ ഇത്തവണ നമ്മുടെ കണ്ണൻകുട്ടനും കഴിച്ചു കേട്ടോ. കണ്ണൻകുട്ടൻ അതിനകത്ത് മത്തങ്ങ, ക്യാരറ്റ്, കിഴങ്ങ്, പനീർ ഇതൊക്കെ സെലക്ട് ചെയ്തെടുത്ത് കഴിച്ചു കേട്ടോ. അപ്പം നല്ല ടേസ്റ്റായിരുന്നു. എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പിന്നെയും പറയുകയാണ് കേട്ടോ, ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ബിരിയാണിയാണ്. നോൺ വെജ് കഴിക്കാത്ത ആളുകൾക്ക് ഒരു ചള്ളാസും അച്ചാറും പപ്പടവും ഒക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളി ബിരിയാണി കഴിക്കാം, വെജിറ്റബിൾ ബിരിയാണി. അപ്പോൾ ഇനി നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. ഇനി നമ്മുടെ വീട്ടിൽ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിൻ്റെ വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതാണ്. എല്ലാ കൂട്ടുകാരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബായ്.